എപ്സ്റ്റീൻ ഫയൽസിന്റെ 3.5 മില്യൺ പേജസ് കൂടി പുറത്തു വന്നപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഇനി പലതും സംഭവിക്കും. The latest dump from the Epstein files after weeks of political pressure. Today we are producing more than 3 million pages. കുട്ടികൾ ആരും തന്നെ ഈ വീഡിയോ കാണരുത്. നിങ്ങൾ കുട്ടികളുടെ അടുത്തിരുന്നാണ് ഈ വീഡിയോ കാണണമെങ്കിൽ കുറച്ചെങ്കിലും മാറിയിരിക്കണം. കാരണം ഇതിൽ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് പോലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നില്ല. ഡൊണാൾഡ് ട്രംപ് വെറും 13 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ ചെയ്തു. ബിൽ ഗേറ്റ്സിന്റെ റഷ്യൻ ഗേൾസിന്റെ കൂടെ ഇതിന്റെ പേരിൽ STD രോഗം പിടിപെട്ടിട്ടുണ്ടായിരുന്നു. എപ്സ്റ്റീൻ ഫയൽസ് റിലീസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ തിടുക്കം കാണിച്ച ഇലോൺ മസ്കിന്റെ പേര് തന്നെ ഈ ഫയൽസിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് എപ്സ്റ്റീൻ ഐലൻഡ്സിൽ ഈ മൈനർ പെൺകുട്ടികൾ മാത്രമല്ല മർഡർ ചെയ്തിട്ടുണ്ട്. ഒരു വിക്ടിം പറഞ്ഞതനുസരിച്ച് ട്രംപ് ഈ ഐലൻഡിൽ കലണ്ടർ പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുക. അവിടെ വെച്ച് ട്രംപും ട്രംപിന്റെ ഫാമിലിയും ചേർന്ന് ഈ മൈനർ ആയിട്ടുള്ള പെൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്സിൽ വിരലിട്ട് സൈസും ടൈറ്റ്നസും മെഷർ ചെയ്യുമായിരുന്നു. മറ്റൊരു വിക്ടിം പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് അവർക്ക് 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവരെയും അവരുടെ സുഹൃത്തിനെ ഓർജീസ് എന്നൊരു പാർട്ടിയിൽ ട്രംപ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ മൈനർ ആയിട്ടുള്ള പെൺകുട്ടികളെ ചെയ്തതിനു ശേഷം ഒന്ന് ആ ഐലൻഡിൽ തന്നെ കുഴിച്ചു മൂടുമായിരുന്നു. ഈ റിലീസിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്രംപ് ഒരു 13 വയസ്സുള്ള കൊച്ചിനെ പ്രഗ്നന്റ് ആക്കിയെന്നുള്ളത് മാത്രമല്ല, ആ 13-കാരിയുടെ ന്യൂ ബോണിനെ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ കൊന്നു കളഞ്ഞു. ബിൽ ഗേറ്റ്സ് എപ്സ്റ്റീനോട് STDയുടെ മെഡിസിൻ ചോദിക്കുന്ന കാര്യങ്ങളും ഈ ഫയലിൽ റിലീസ് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഡിവോഴ്സിന്റെ സമയത്ത് ബിൽ ഗേറ്റ്സിന്റെ വൈഫ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. As I said, it's not one thing, it was many things. But I did not like that he'd had meetings with Jeffrey Epstein. ഇവിടെ കൊച്ചു പെൺകുട്ടികൾ മാത്രമല്ലായിരുന്നു, മെയിൽ വിക്ടിംസും ഉണ്ടായിരുന്നു. അതിലൊരു മെയിൽ വിക്ടിമിനെ യുഎസിന്റെ എക്സ് പ്രസിഡന്റ് ആയിട്ടുള്ള ബിൽ ക്ലിന്റൺ ഒരു യാർട്ടിൽ വെച്ച് റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫയൽസിൽ ജോർദാൻ മന്ദാനിയുടെ അമ്മയുടെ പേരും കൂടി ഉണ്ടായിരുന്നു. ഇവർ എപ്സ്റ്റീന്റെ കൂടെ ചേർന്ന് പല പാർട്ടികളും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല വിക്ടിംസും പറഞ്ഞതനുസരിച്ച് എപ്സ്റ്റീൻ ഐലൻഡിൽ മൈനർ ആയിട്ടുള്ള പെൺകുട്ടികളെ ചെയ്തതിനു ശേഷം ഒന്ന് തിന്നുമായിരുന്നു. ഈ പറയുന്നത് നുണയാണെന്ന് നമുക്ക് പലർക്കും തോന്നാം. പക്ഷേ പരസ്പരം യാതൊരു ബന്ധമില്ലാത്ത പല വിക്ടിംസിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദിയുടെയും അംബാനിയുടെയും പേര് എപ്സ്റ്റീൻ ഫയൽസിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് റിലീസായ ഉടനെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഈ ആരോപണം നുണയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരേ കാര്യം മാത്രമേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് താഴെ നിൽക്കുന്ന നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവേണ്ട ആവശ്യമില്ല.